അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മുഹറം ചാലഞ്ച് ഏറ്റെടുത്ത് വീഡിയോകൾ കാണുകയും നിങ്ങളുടെ ഗർഭധാരണത്തിനുള്ള തടസ്സങ്ങളായ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി ടിപ്സുകളൊക്കെ കൃത്യമായി നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ മുഹറം വന്നതിന് ശേഷം തന്നെ കുറേ കൂട്ടുകാർ ഗർഭിണിയായി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കുറേ പേർ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് സക്സസ് സ്റ്റോറി വീഡിയോയിൽ അവരുടെയൊക്കെ പോസിറ്റീവ് കമൻറ്റുകൾ നമുക്ക് വായിക്കാം. ഈ മുഹറം മാസത്തിൽ തന്നെ ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഗർഭധാരണത്തിന് വേണ്ടി 2 കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഗർഭധാരണത്തിന് വേണ്ട എല്ലാ ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയും അതോടൊപ്പം ആത്മീയമായ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുക എന്നൊരു രീതിയാണ് നമ്മൾ ഈ ചാനലിൽ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെല്ലാം നാം ശ്രദ്ധിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ഗർഭധാരണത്തിന് വേണ്ട ചികിത്സകളും മറ്റ് ടിപ്സുകളും എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ഇസ്തിഗ്ഫാറും നെച്ചിക്കാട് ബൈത്തും എല്ലാം നമ്മുടെ ചാനലിൻ്റെ ഭാഗമായി നാം ഫോളോ ചെയ്യുന്നു. ഈ മുഹറം മാസം വന്നപ്പോൾ തന്നെ നിങ്ങളിൽ പലരും പ്രഗ്നൻസി ചാലഞ്ച് ഏറ്റെടുത്ത് ഖുർആൻ ഓതി തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 30 പേർ ചേർന്നുകൊണ്ട് ഗ്രൂപ്പായി ദിവസവും ഒരു ഖത്മ വീതം ഖുർആൻ ഓതുന്നുണ്ട്. അങ്ങനെ ഈ മുഹറം മാസത്തിന് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നു. അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരട്ടെ. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കൂടുതൽ പേർക്ക് ഗർഭിണിയാവാനും സന്തോഷം പറയാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വളരെയധികം ശ്രേഷ്ഠതയും പ്രത്യേകതകളുമുള്ള മാസമാണ് മുഹറം മാസം. അത് എന്നെക്കാൾ അറിയുന്നവരും ഈ മാസത്തിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും മനസ്സിലാക്കി മുഹറം 1 മുതൽ നോമ്പെടുക്കുന്നവരുമാണ് നിങ്ങളിലേറെ പേരും. ഈ മാസത്തിൻ്റെ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിലൂടെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് മുഹറം മാസം. വിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏത് നോമ്പിനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസം എന്ന വിശേഷണമുള്ള ഈ മാസത്തെ വളരെ പവിത്രതയോടെ തന്നെയാണ് നമ്മൾ കാണേണ്ടതും. കൂടാതെ അള്ളാഹു മഹത്തായ പല സംഭവങ്ങൾക്ക് കൂടി തിരഞ്ഞെടുത്ത മാസം കൂടിയാണ് മുഹറം മാസം, വിശേഷിച്ചും മുഹറം 10. മുഹറം 10 നോമ്പ് ഒരു വർഷം ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങളെയും ദോഷങ്ങളെയും കഴുകിക്കളയാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ്. അന്ന് നോമ്പ് നോൽക്കുക വഴി കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും. മുഹറം 9 നോമ്പ് നോൽക്കുന്നത് ഇതേപോലെ തന്നെ ഏറെ ശ്രേഷ്ഠമായ മഹത്വമുള്ള കാര്യമാണ്. മുഹറം 10 ഏറെ മഹത്വങ്ങളുണ്ട്. ഭൂമിയെയും ആകാശത്തെയും നക്ഷത്രങ്ങളെയും അർശിനെയും കുർസിനെയും ലൗഹിനെയും ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മറ്റ് മാലാഖമാരെയും അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10 എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒരുപാട് നബിമാർക്ക് അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകിയ ദിവസം കൂടിയാണ് മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ച ദിവസമാണ് മുഹറം 10. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് അള്ളാഹു ഉയർത്തിയത് മുഹറം 10. പ്രളയത്തിലകപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് സുരക്ഷിതമായി ഭൂമിയിലേക്ക് ജൂതി പർവ്വതത്തിൽ ഇറക്കിയ ദിവസമാണ് മുഹറം 10. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതും മുഹറം 10. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയ ദിവസമാണ് മുഹറം 10. യൂസുഫ് നബിയെ ജയിലിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം, യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയ ദിവസം, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗം ശിഫയായ ദിവസം, യൂനുസ് നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും അള്ളാഹു മോചിപ്പിച്ച ദിവസം, ഫിർഔനിനെ കടലിൽ മുക്കി അള്ളാഹു മൂസാ നബിയെയും കൂട്ടരെയും രക്ഷപ്പെടുത്തിയ ദിവസം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകത്തിൻ്റെ അധികാരം തന്നെ ലഭിച്ച ദിവസം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുഹറം 10 കാണാം. ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ നബിമാർ നടത്തിയ ദുആകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. രോഗം കൊണ്ട് വിഷമിച്ച സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആ,
അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റാഹിമീൻ. അതുപോലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ യൂനുസ് നബി അലൈഹി ഇസ്ലാം ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അങ്ങനെ ഒരുപാട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. ഈ ഓരോ സംഭവം എടുത്താൽ തൗബ സ്വീകരിച്ചതും രോഗം മാറിയതും ജയിലിൽ നിന്ന് മോചനം കിട്ടിയതും തീയിൽ നിന്ന് രക്ഷപ്പെട്ടതും മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയതും ഇങ്ങനെ ഓരോ പ്രയാസങ്ങളിൽ നിന്നും നബിമാർ രക്ഷപ്പെട്ടത് എല്ലാം മുഹറം 10 എന്ന് മാത്രമല്ല, ഇത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത് മാതൃകയാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാനും കൂടി വേണ്ടിയാണ്. മുഹറം 9ഉം 10ഉം നോമ്പെടുക്കുകയും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി തൗബ ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ വിഷമങ്ങളെ എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും അതിന് ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഏത് വിഷമങ്ങൾക്ക് പരിഹാരം ചോദിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരാണല്ലോ ഈ ചാനലിലുള്ള ഏറെ പേരും. ഏതു പ്രശ്നം കൊണ്ട് വന്ധ്യത അനുഭവിച്ചാലും അതൊന്നും അള്ളാഹുവിന് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ തടസ്സമല്ലല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാമിനും അവരുടെ വാർദ്ധക്യത്തിലാണ് അള്ളാഹു മക്കളെ നൽകിയത്. ഭർത്താവില്ലാതെയാണ് അള്ളാഹു മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ മകനായി നൽകിയത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കുട്ടികളില്ലാതെ വിഷമിച്ച നബിമാർ ചെയ്ത ദുആ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ എന്നൊരു ദുആ. മറ്റൊന്ന് റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഈ ദുആകൾ ധാരാളം വർദ്ധിപ്പിക്കുക. കൂടാതെ സൂറത്ത് മറിയം പ്രത്യേകമായി ഓതുന്നത് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക. കൂടാതെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുക. കഴിയുമെങ്കിൽ 1000 വട്ടം തന്നെ ചൊല്ലുക. അതേപോലെ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. ശേഷം പടച്ചവനോട് മക്കളുണ്ടാവാൻ വേണ്ടി കണ്ണീരോടെ ദുആ ചെയ്യുക. മുഹറം മാസത്തിൻ്റെ പ്രധാന സന്ദേശം തന്നെ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നത് തന്നെയാണ്. മനസ്സറിഞ്ഞ് ചോദിക്കുക. നിങ്ങൾക്കും ഇവിടെ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കളുണ്ടാകാൻ വേണ്ടി തൊബ്രസി ഇമാം രേഖപ്പെടുത്തിയ ഒരു ദുആ കൂടി ഞാൻ പറയാം. 70 പ്രാവശ്യം വീതം ഇനിയുള്ള ഓരോ ദിവസവും ഈ ദുആ നിങ്ങൾ പ്രത്യേകം ചൊല്ലുക. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ വജ്അൽ ലീ മിൻ ലദുൻക വലിയ്യൻ യർസുനി ഫീ ഹയാതി ويستغفر لي بعد وفاتي وجعله خلقا سويا ولا تجعل للشيطان فيه نصيبا اللهم إني أستغفرك وأتوب إليك إنك أنت الغفور الرحيم. ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിക്കുക. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ വജ്അൽ ലീ മിൻ ലദുൻക വലിയ്യൻ يرثني في حياتي ويستغفر لي بعد وفاتي واجعله خلقا سويا ولا تجعل للشيطان فيه نصيبا اللهم إني أستغفرك وأتوب إليك إنك أنت الغفور الرحيم. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടാവാനുള്ള ഈ ദുആവചനം 70 പ്രാവശ്യം ചൊല്ലുവാൻ തൊബ്രസി ഇമാം അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുകൂടാതെ മക്കളുണ്ടാകാൻ വേണ്ടി റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബതൻ ഇന്നക അൻതസ് സമീഉദ് ദുആ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ എന്ന ദുആനെ സുജൂദിലായിക്കൊണ്ട് ധാരാളം വട്ടം ചൊല്ലാനും തൊബ്രസി ഇമാം മറ്റൊരിടത്ത് പറയുന്നു. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ഈ ദുആകളൊക്കെ വർദ്ധിപ്പിക്കുക. ഓരോ നിസ്കാര ശേഷവും അല്ലാത്ത സമയത്തും ധാരാളം ദുആ ചെയ്യുക. പ്രത്യേകിച്ച് മുഹറം 9നും 10നും അതിൻ്റെ രാവുകളിലും ദുആയ അധികരിപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ ഇരുലോക വിജയത്തിനും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാനും മറക്കരുത്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ധാരാളം അമുസ്ലിം സഹോദരിമാരും ഇവിടെ ഉണ്ട്. അവരെയും നമ്മൾ മറന്നു പോകരുത്. നമ്മളിലുള്ള പ്രതീക്ഷ കൊണ്ടും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വിശ്വാസം കൊണ്ടുമാണ് അവർ നമ്മോട് ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നത്. അത് നമ്മൾ കാണാതെ പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടില്ല. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഈ മുഹറം മാസത്തിന് ഷഹ്റുൽ അംബിയാ, അതായത് അംബിയാക്കളുടെ മാസം
നബിമാരുടെ മാസം എന്നുകൂടി പേരുണ്ട്. എത്ര നബിമാരുടെ ചരിത്രമാണ് മുഹറം അനുസ്മരിക്കുന്നത്. മുഹറം 10മായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ തോഹ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അമ്പിയാക്കളുടെയും ബർക്കത്ത് കൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കെല്ലാം അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ മുഹറം മാസത്തിൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ എൻ്റെ ഉമ്മയെ കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.